ബാക്കി എല്ലാ മീഡിയംസും നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ പത്രം ഒരാൾ വായിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ വായിക്കണ്ട. ടി വി നമുക്ക് ചാനൽ നമ്മുടെ കയ്യിലുണ്ട്, ഓഫ് ചെയ്യണേ ഓഫ് ചെയ്യാം. ഈവൻ ഡിജിറ്റൽ മീഡിയ ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ഏത് മീഡിയയും നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ ഔട്ട് ഓഫ് മീഡിയ ഒന്നെങ്കിൽ കണ്ണടച്ചിരിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കണം. ഈ രണ്ട് ഓപ്ഷനുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. പണ്ട് നമ്മുടെ മാതൃഭൂമി ക്ലാസിഫൈഡ്സ് ഒരു ക്യാമ്പയിൻ ചെയ്തിരുന്നു. അതൊരു ബൈക്ക് ചാടുന്ന പടം മാത്രമാണ്. അതൊരു ടീസർ ആഡായിരുന്നു. ഒരു ബൈക്ക് ഇങ്ങനെ ചാടും, അതിൻ്റെ ഒരു കട്ടൗട്ട് ഉണ്ടായിരുന്നു. ഒരാൾ ബൈക്ക് ചാടുന്നു, ആ ബൈക്കിൻ്റെ പോക്കുകളിലൂടെ ഒരു ഫോൺ നമ്പർ മാത്രം. അപ്പോൾ ഈ ഫോൺ നമ്പർ കണ്ടിട്ട് ആളുകൾ ഇത് എന്ത് പുതിയ തരം ബൈക്കിൻ്റെ പരസ്യമാണെന്ന് വെച്ചിട്ട് കേരളം മൊത്തം വിളിച്ചു ചോദിച്ചു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ ആദ്യകാല ഔട്ട് ഓഫ് ഹോം മീഡിയ സ്ഥാപനത്തിൻ്റെ അമരക്കാരനും കേരള അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ മിസ്റ്റർ രാജേഷ് മാധവനാണ്. ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, ഈ മാറിയ സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഔട്ട് ഓഫ് ഹോം മീഡിയ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലെയുള്ള ഓൺട്രപ്രണേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ഒരിത്തിരി സമയം ഇരിക്കുന്നത്. നമസ്കാരം രാജേഷേട്ടാ. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഓ, സുഖം. ഒരുപാട് സന്തോഷമുണ്ട് രാജേഷേട്ടനെ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ കിട്ടിയതിൽ, ഈ തിരക്കിനിടയ്ക്ക്. സെയിം ടു യു. കാരണം നമുക്കും വളരെ ഇങ്ങനൊരു വേദി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് പറയാൻ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. കൺസ്യൂമർ ബിഹേവിയർ ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുക, ഇൻഡസ്ട്രികൾ മാറിക്കൊണ്ടിരിക്കുക. ഈ സാഹചര്യത്തിൽ എന്താണ് ശരിക്കും ഈ ഔട്ട് ഓഫ് ഹോം മീഡിയയുടെ പ്രസക്തി എന്താണ്? കാരണം ഇപ്പോൾ എപ്പോഴും നമ്മൾ ഒരു എല്ലാ കൺസ്യൂമർ എന്ന് ഇൻ ദി സെൻസ് യു ആർ മീനിങ് കസ്റ്റമേഴ്സ് ഫോർ ദി ഔട്ട്ഡോർ മീഡിയ. യെസ്. ഓക്കെ. കസ്റ്റമേഴ്സ് എപ്പോഴും അവരുടെ ബഡ്ജറ്റിൽ സെൻസിറ്റീവ് ആയിരിക്കും. കാരണം അവർക്ക് ഒരു മിനിമം ബഡ്ജറ്റിൽ മാക്സിമം ഇമ്പാക്റ്റ് കിട്ടാനാണ് എപ്പോഴും കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ഔട്ട് ഓഫ് ഹോം മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് വാല്യൂ ഫോർ യുവർ മണിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പൈസയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ വളരെ വെർസറ്റൈലായിട്ടുള്ള ഒരു മീഡിയയാണ് ഔട്ട്ഡോർ. കാരണം ഔട്ട്ഡോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോയിൻ്റ് ഓഫ് പർച്ചേസിൽ മാത്രം നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. കുറച്ച് പൈസ മതി. നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യാം. കാരണം എറണാകുളം മാത്രമുള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനൊരു ടി വിയിൽ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഹോൾ വേൾഡ് കാണും. അതിൻ്റെ ചാർജ് അതായിരിക്കും. കാരണം അതാണ് അവരുടെ ഫെസിലിറ്റി. അപ്പോൾ ദാറ്റ് ഡിമാൻഡ്സ് എ ചാർജ്. പക്ഷേ അതേസമയം നിങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും കാണിക്കേണ്ട കാര്യമില്ല. എറണാകുളത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് വി ആർ ദി ഓൺലി ഓൾട്ടർനേറ്റീവ്. ഈവൻ സോഷ്യൽ മീഡിയ ആൻഡ് ഓൾ അതേഴ്സ് കാൺ ഗിവ് യു സച്ച് എ പോയിൻ്റ് ഓഫ് പർച്ചേസ് ഉള്ള റീച്ച് ഞങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓൺ ദാറ്റ് നോട്ട് ഞങ്ങൾക്ക് എവരി പെന്നിക്ക് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ള ഉറപ്പാണ്. ഞാൻ പലപ്പോഴും ഈ നമ്മളുമായിട്ട് വളരെ കണക്റ്റഡായിട്ടുള്ള ആൾക്കാരോട് പറയാറുണ്ട്, ബാക്കി എല്ലാ മീഡിയംസും നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ പത്രം ഒരാൾ വായിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ വായിക്കണ്ട. ടി വി നമുക്ക് ചാനൽ നമ്മുടെ കയ്യിലുണ്ട്, ഓഫ് ചെയ്യണേ ഓഫ് ചെയ്യാം. ഈവൻ ഡിജിറ്റൽ മീഡിയ ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ഏത് മീഡിയയും നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ ഔട്ട് ഓഫ് മീഡിയ ഒന്നെങ്കിൽ കണ്ണടച്ചിരിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കണം. ഈ രണ്ട് ഓപ്ഷനുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു മീഡിയ ആണ്. ഓക്കെ. അതുപോലെ രാജേഷേട്ടൻ സെക്രട്ടറി ആയിട്ടുള്ള KAIA വളരെ വളരെ ശക്തമായ സംഘടനയാണ് കേരളത്തിലിപ്പോൾ. എന്താണ് ശരിക്കും KAIA കൊണ്ട് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുണ്ടാവും, ക്ലയൻറ്റിന് എന്താ ഗുണം? KAIA കൊണ്ട് ക്ലയൻറ്റിന് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സംഘടന നിലകൊള്ളുന്നത് തന്നെ ഈ ഇൻഡസ്ട്രിയുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഭാഗത്തിന് മാത്രം പ്രയോജനമുണ്ടായിട്ട് ഒരു വ്യവസായം വളരില്ല. ഇറ്റ് ഷുഡ് ബി എ വിൻ വിൻ സിറ്റുവേഷൻ. ആ ഒരു വിൻ വിൻ സിറ്റുവേഷൻ, കാരണം കസ്റ്റമർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം, അതേസമയം അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഹോർഡിംഗ് കോൺട്രാക്ടർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം. അപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വളരെ നിയമപരമായിട്ട് ബിസിനസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് KAIAയുടെ ലക്ഷ്യം. കാരണം ഞങ്ങളുടെ മാധ്യമങ്ങൾ പുറത്ത് നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും കാറ്റും മഴയും വെയിലും മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ ഒരു റോഡ് ബ്ലോക്ക് കൊണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3 മാസം ഒരു ട്രാഫിക് ഇഷ്യൂ കൊണ്ടോ, അല്ലെങ്കിൽ ഒരു റോഡ് വൈഡനിങ് കൊണ്ടോ ചിലപ്പോൾ ആ ഭാഗത്ത് ചിലപ്പോൾ ആ മാധ്യമത്തിന് തടസ്സം നേരിട്ടെന്നിരിക്കാം. ആ സമയത്ത് കസ്റ്റമർ പക്ഷേ അഡ്വാൻസായിട്ട് കൊടുത്തിരിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ധാർമ്മിക
ബാധ്യത ആ ഒരു അഡ്വർടൈസർക്കുണ്ട്. ഒരു പക്ഷേ അവരങ്ങനെ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും KEA രേഖാമൂലം സമീപിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ KEAയ്ക്കൊരു നിയമസംഹിതയുണ്ട്. അത് പ്രകാരം നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പർച്ചേസ് ഓർഡർ വെച്ചിട്ട് മാത്രമേ കൊടുക്കാവൂ. ആ പർച്ചേസ് ഓർഡറും മറ്റു മെയിൽ കമ്മ്യൂണിക്കേഷനും കൂടി ഈ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ KEA സമീപിക്കാം. കാരണം KEA എന്ന സംഘടനയ്ക്ക് കേരളത്തിലെ 14 ജില്ലകളിൽ 11 ജില്ലകളിലും ഞങ്ങൾക്ക് യൂണിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഘടന ഇല്ലാത്ത ഒരു ജില്ലയിലാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത യൂണിറ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇഷ്യൂ അത് സോൾവ് ചെയ്ത് കിട്ടും എന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ലോകം മുഴുവനും ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് ഔട്ട് ഓഫ് ഹോം മീഡിയയുടെ ഡിജിറ്റലൈസേഷൻ്റെ പ്രസക്തി? ഓക്കെ, ഒരു ടെക്നോളജി അഡാപ്റ്റേഷൻ എന്ന രീതിയിൽ ഡിജിറ്റലൈസേഷന് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. കാരണം ഒറ്റ നോട്ടത്തിൽ അതൊരു ഗ്രീനർ മീഡിയ ആയിട്ട് നമുക്ക് തോന്നും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേകൾ മാറ്റണ്ട. കാരണം അത് ഡിസ്പ്ലേകളെല്ലാം നിങ്ങൾക്ക് പുഷ് ചെയ്യാം, ഇലക്ട്രോണിക്കായിട്ട് പുഷ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിലൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. കൂടാണ്ട് അതിനും പവർ എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയുടെ ഒരു ചാർജ് ഹ്യൂജായിട്ട് എപ്പോഴും വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു വാല്യൂ കിട്ടുന്ന സ്ഥലത്ത് ആ ഒരു ഡിജിറ്റലൈസേഷൻ വന്നിട്ടേ കാര്യമുള്ളൂ. കാരണം ഇപ്പോൾ ബോംബെ മാതിരിയുള്ളൊരു മാർക്കറ്റിൻ്റെ റേറ്റ് ഒരിക്കലും കേരളം മാതിരിയുള്ളൊരു മാർക്കറ്റ് കിട്ടില്ല. ഈ ഔട്ട്ഡോർ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാരല് റിയൽ എസ്റ്റേറ്റുമായിട്ട് കണക്കാക്കാം. കാരണം ഒരു റിയൽ എസ്റ്റേറ്റിൽ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട റോഡിൽ പ്രധാനപ്പെട്ട നിരത്തിൽ ആ ജംഗ്ഷനിലുള്ള സ്ഥലത്തിൻ്റെ വിലയല്ല. ആ ജംഗ്ഷനിൽ നിന്ന് ചിലപ്പോൾ ഒരു 500 മീറ്റർ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് 4 വിലയ്ക്കോ 5 വിലയ്ക്കോ നിങ്ങൾക്ക് കിട്ടും. എന്ന മാതിരി തന്നെയാണ് ഔട്ട്ഡോർ. അപ്പോൾ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരേണ്ടത് അത്ര ഹൈ വാല്യൂ പോയിൻറ്റ്സിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റലൈസേഷൻ ഇതിനെ മൊത്തം ഡിജിറ്റലൈസ് ആക്കാമെന്ന് പറയുന്നത് തെറ്റായൊരു ധാരണയാണ്. നിയമപരമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ നമുക്കിപ്പോൾ കേരളത്തിൽ ഡിജിറ്റൽ ബോർഡുകൾ ചെയ്യുന്നതിന്? നിയമപരമായിട്ടുള്ളൊരു തടസ്സം ആസ് ഓഫ് നൗ കൃത്യമായ നിയമങ്ങളില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ളൊരു മാർക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പല ലോക്കൽ LSTDകളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഡിസ്പ്ലേകളാണ് LED അത് കൊണ്ടുവരേണ്ടതെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ കാണുന്നത് സാധാരണ TV കൊമേഴ്ഷ്യൽസിൽ വരുന്ന ആ കൊമേഴ്ഷ്യൽ എന്ന് വെച്ചാൽ മൂവിങ് ഡിസ്പ്ലേസ്, ഒരു സിനിമ മാതിരി ഒരു മൂവിങ് ഡിസ്പ്ലേസ് ആണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും മൂവിങ് ഡിസ്പ്ലേസ് എവിടെയും അത് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. കാരണം അത് ട്രാഫിക്കിനെ ഹിൻഡർ ചെയ്യുന്നതും ട്രാഫിക്കിൽ ആൾക്കാർക്ക് തടസ്സം ഉണ്ടാക്കുന്നുള്ള ഒരു സങ്കല്പം പൊതുവേ ഉള്ളത് കൊണ്ട് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഡിസ്പ്ലേസ് ആണ് ശരിക്കും അവർ റെക്കമെൻഡ് ചെയ്യുന്നുള്ള എൻ്റെ അറിവ്. പക്ഷേ അതിനെ പറ്റിയിട്ട് കൃത്യമായൊരു നിയമം ഇപ്പോഴും റോൾ ഔട്ട് ആയിട്ടില്ല. പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ട് കോടതി ഇടപെട്ടു, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ബോർഡുകളെ കുറിച്ച് പറയാറുണ്ട്. ബോർഡുകൾ മറിഞ്ഞു വീണ് പല ആക്സിഡൻറ്റ് വന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞ അതിനെന്താണ് ഒരു സംഘടനാ ഭാരവാഹി എന്നുള്ള രീതിയിൽ രാജശേഖരൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അതിനെപ്പറ്റി നമ്മൾ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങളുടെ അംഗങ്ങളുടെ ബോർഡുകൾ വീണിട്ട് അല്ലെ ഔട്ട്ഡോറിലെ KEAയുടെ അസോസിയേഷൻ്റെ അംഗങ്ങളുടെ ബോർഡ് വീണിട്ടൊരു പ്രശ്നമുണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. അതേസമയം ചെറിയ ബോർഡുകൾ ഇപ്പോൾ ഒരു ഉത്സവം നടക്കുന്നു, അല്ലൊരു പെരുന്നാൾ നടക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സമ്മേളനം നടക്കുന്നു, പാർട്ടിയുടെ ആവാം, ചിലപ്പോൾ വല്ല അസോസിയേഷനുകൾ, ഇവരുടെ എല്ലാം ചെറിയ ബോർഡുകൾ വെച്ചിട്ട് ഉപേക്ഷിച്ച് പോകുന്നൊരു പ്രവണത കേരളത്തിലുടനീളം കാണുന്നുണ്ട്. ആ ഒരു സംവിധാനം KEAയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ അംഗങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഏകദേശം 1000-ത്തിനടുത്ത് വരുന്ന അംഗങ്ങളെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാം. പക്ഷേ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും എല്ലാ അസോസിയേഷനുകളുടെ അടുത്തും പോയിട്ട് അവിടെ ബോർഡ് വെക്കാൻ പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അതാത് LSTDകൾ ഗവൺമെൻറ് കൺട്രോളിലുള്ള LSTDകൾക്ക് മാത്രമേ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനമുള്ളൂ, സ്റ്റാഫുകളുള്ളൂ, അധികാരമുള്ളൂ. ഞങ്ങൾക്ക് ആ അധികാരമില്ല. പക്ഷേ ഈ ചെറിയ ബോർഡ് വീണ് കഴിഞ്ഞാലും പേര് ദോഷം പരസ്യ ബോർഡുകാർക്കാണ്. അതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നുള്ള അവസ്ഥയാണ് ഞങ്ങളുടെ. പേര് ദോഷം ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ ബോർഡുകളെല്ലാം ഒരു 95% പ്രൈവറ്റ് സ്ഥലങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നമ്മളുടെ കേരളീയരുടെ പ്രൈവറ്റായ സ്ഥലങ്ങളിൽ ബോർഡ് വെച്ച് ഞങ്ങളുടെ വരുമാനത്തിൽ ഒരു മുന്തിയ പങ്കും അവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു മാധ്യമമാണ്.
കൂടാണ്ട് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം ഒരു കൺസ്യൂമറിസ്റ്റിക് മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ കേരളീയർ ഒരു പരസ്യം കാണാൻ അല്ലെങ്കിൽ ഒരു പരസ്യം ഇടാൻ മുടക്കുന്ന ആ പൈസയിൽ ഏകദേശം 100% ഈ കേരളത്തിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്ന ഉറപ്പ് പറയാവുന്ന ഏക മാധ്യമം ഞങ്ങളാണ്. ഒരു പത്രത്തിലായാലും ഒരു ടി വിയിലായാലും അതിൻ്റെ ഓണേഴ്സ് മിക്കവാറും പല സംസ്ഥാനത്തും പല രാജ്യങ്ങളിലും ആയിരിക്കും. ഇന്റർനാഷണൽ ചിലപ്പോൾ ഒരു വലിയൊരു ടി വി ചാനലാണെങ്കിൽ ആ ടി വി ചാനലിൻ്റെ വരുമാനത്തിൻ്റെ ഒരു 70-80% കേരളത്തിന് പുറത്തും ചിലപ്പോൾ ഒരു 50% രാജ്യത്തിന് പുറത്തും പോകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ ഔട്ട്ഡോർ മേഖലയിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള വ്യവസായികൾ പരസ്യത്തിൻ്റെ മൂല്യമായിട്ട് കൊടുക്കുന്ന ഒരു 350-400 കോടി ഇടയ്ക്കുള്ള രൂപ അത് കേരളത്തിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. കേരളത്തിലെ ഒത്തിരി ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ളൊരു ജീവിതമാർഗമായി അത് മാറുന്നു. കേരളത്തിൽ എത്ര രൂപയുടെ ഒരു മാർക്കറ്റ് സൈസ് കാണും ഈ ഒരു ഔട്ട് ഓഫ് ഹോം മീഡിയയ്ക്ക്? കേരളത്തിൽ ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ മുമ്പേ പറഞ്ഞ മാതിരി പ്രൈവറ്റ് ആളുകളുടെ സ്ഥലത്ത് ബോർഡ് വെക്കാറുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്ത് ബോർഡ് വെക്കാറുണ്ട്, LSTDയുടെ സ്ഥലത്ത് വെക്കാറുണ്ട്, റെയിൽവേയുടെ സ്ഥലത്ത് വെക്കാറുണ്ട്, മെട്രോയ്ക്ക് ഇതുകൊണ്ട് പരസ്യത്തിന് വരുമാനമുണ്ട്, നമ്മുടെ എയർപോർട്ട്സിനെല്ലാം അതിൽ നിന്നൊരു വലിയ വരുമാനമുണ്ട്. മൊത്തത്തിൽ റഫായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 350-400 കോടി രൂപയുടെ ഇടയ്ക്ക് ഔട്ട്ഡോറിൻ്റെ ടേൺ ഓവറുണ്ട് കേരളത്തിലുണ്ടെന്നാണ് ഞങ്ങളുടെ നിഗമനം. ഒരു ബ്രാൻഡ് ഒരു ഔട്ട് ഓഫ് ഹോം മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവരുടെ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആരാണെന്ന് നോക്കുക. അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണെന്ന് നോക്കിയിട്ട് അതാണ് ഐഡിയലി പ്ലേസ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ നിങ്ങളൊരു ഹൈ വാല്യൂ ബ്രാൻഡ്, ആ ഹൈ വാല്യൂ ബ്രാൻഡ് നിങ്ങൾ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുന്നത് ഒരു നഗരത്തിൽ അത് അതിന് പറ്റിയ ക്ലയൻസിന് പറ്റിയ സ്ഥലത്ത് കൊണ്ട് അത് പ്ലേസ് ചെയ്യാവും. അത് ശരിക്കും നമ്മൾ പോയിട്ട് അങ്ങനെയുള്ള ആൾക്കാർ വിസിറ്റ് ചെയ്യാത്തോ അങ്ങനെയുള്ള ആൾക്കാർ താമസിക്കാത്തോ യാത്ര ചെയ്യാത്തതോ ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് ആ മീഡിയംസ് പ്ലേസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതാ കൃത്യമായിട്ട് അങ്ങനെയുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യമാണ് വിസിബിലിറ്റി കോഷ്യൻ്റ് ഓഫ് ദി ബോർഡ്സ് ആൻഡ് ദി ടാർഗറ്റഡ് ഓഡിയൻസ്. അതാണ് ഇതിനകത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരേ ബോർഡ് തന്നെ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു ബോർഡ് ആ ബിൽഡിങ്ങിൽ നിൽക്കുന്ന ഒരു ബോർഡും അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു ബോർഡുമായിട്ട് ചിലപ്പം അതിൻ്റെ ഒരു വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5-1 6 കാണത്തുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നേരെ കാണുമ്പോൾ അതിൻ്റെ വിസിബിലിറ്റി കോഷ്യൻ്റ് വെച്ചിട്ട് ചിലപ്പോൾ അതൊരു ദിവസം ഒരു 50,000 പേര് കാണുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലിരിക്കുന്ന ബോർഡ് ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 10,000 പേര് കാണുള്ളൂ. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി വിസിബിലിറ്റി കോഷ്യൻസ്, എത്ര പേര് ഇത് കാണുന്നു, അതാണ് അതിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. ഈ ചിത്ര പെയിൻറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1950 അല്ലേ 1950 തുടങ്ങിയ കേരളത്തിൽ തന്നെ ആദ്യകാലത്ത് തുടങ്ങിയ ഔട്ട് ഓഫ് ഹോം മീഡിയ കമ്പനിയാണ്. രാജേട്ടൻ എനിക്ക് തോന്നുന്നു 3-3.5 പതിറ്റാണ്ടോളം ഈ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇവല്യൂഷൻ കംപ്ലീറ്റ് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പം പണ്ട് മുള വെച്ച് കെട്ടി പെയിൻ്റ് അടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി ഈ ഒരു ഇവല്യൂഷനെ കുറിച്ച് എന്താണ് രാജേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താണ്? ഇപ്പോൾ മുമ്പേ പറഞ്ഞ മാതിരി എൻ്റെ സ്ഥാപനത്തിനെ പറ്റി പറഞ്ഞോട്ടെ. 1950 എൻ്റെ പിതാവായിട്ടുള്ള N. മാധവൻ അദ്ദേഹം ഒരു ആർട്ടിസ്റ്റായിരുന്നു. വളരെ എളിയ നിലയിൽ ബാനറുകളും നമ്പർ പ്ലേറ്റുകളുമൊക്കെ എഴുതി തുടങ്ങിയ ഒരു ബിസിനസ്സാണത്. അതിനുശേഷം ഒരു 1960കളിലായിരിക്കാം ചൂണ്ടൽ പാടത്ത് തൃശ്ശൂർ ഗുരുവായൂർ ഹൈവേയിൽ ചൂണ്ടൽ പാടത്ത് ഒരു 20-10 സൈസ് ST റെഡ്ഡിയർ ആൻഡ് സൺസിൻ്റെ ഒരു പരസ്യ ബോർഡാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെടുന്ന പരസ്യ ബോർഡ്. അതിലൂടെയാണത്. അതിനു മുമ്പുള്ള ബോർഡുകളെല്ലാം പരസ്യ ബോർഡുകളാണെങ്കിലും ഈ 200 സ്ക്വയർ ഫീറ്റിലെ ചെറുതായിരുന്നു. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ആദ്യത്തെ പരസ്യമാധ്യമം ഔട്ട്ഡോർ തന്നെയാണ്. കാരണം മനുഷ്യരാശി കാടുകളിൽ നിന്ന് നാടുകളിലേക്ക് വസിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന വഴി ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് ചൂണ്ടുപലകൾ എഴുതി വെച്ചതൊക്കെ പരസ്യ ബോർഡുകൾ തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഇത് ഇറീപ്ലേസബിൾ ആണെന്ന് പറയുന്നത്. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു മാധ്യമം. അതിന് ഡെവലപ്മെൻറ്റ് വരാം, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് വരാം,
പക്ഷേ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ പാടെ മാറ്റാൻ അസാധ്യമാണ്. അപ്പോൾ എൻ്റെ ഫാദർ 1950 തുടങ്ങിയ ഈ ഒരു സ്ഥാപനം എൻ്റെ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ചിത്ര പ്രകാശ്, അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അദ്ദേഹമാണ് എൻ്റെ ഈ ഫീൽഡിലെ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ഇതിലേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷണത്തിലാണ് ഞാൻ ഇതിലേക്ക് വരികയും കഴിഞ്ഞ 33 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം എനിക്ക് പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിൽ കണ്ടത് വളരെ ക്രമമായിട്ട് ഉയർന്നു വരുന്ന ഒരു വലിയൊരു മേഖലയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കിയത്. മുൻപേ പറഞ്ഞ മാതിരി മുളകളിൽ കയറി പെയിൻറ്റ് ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അത് ചിലപ്പോൾ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് ആ ഡിസ്പ്ലേ കയറാണ്ടിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പെയിൻറ്റ് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റ് ഉണങ്ങില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ക്യാമ്പയിൻ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയും ചിലപ്പോൾ ആ ക്യാമ്പയിൻ്റെ പ്രസക്തി കഴിയുന്നിടം വരെ, ചിലപ്പോൾ ഒരു കടയുടെ ഇനോഗ്രേഷൻ ആയിരിക്കാം, അപ്പം വളരെ നേരത്തെ കുട്ടി ചെയ്തില്ലെങ്കിൽ അത് നടക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതേ സമയം ഏകദേശം ഒരു 25 കൊല്ലം മുമ്പ് നമ്മുടെ ഡിസ്പ്ലേ പ്രിൻ്റ് മാധ്യമത്തിലേക്ക് മാറി ഫ്ലെക്സിലേക്ക് വന്നതോടുകൂടി ആ ഒരു തടസ്സം മാറിക്കിട്ടുകയും എന്തൊരു ഡിസ്പ്ലേ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ഉണ്ടെങ്കിൽ വെറും ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് കയറ്റാവുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുകയുണ്ടായി. അതുകൊണ്ടൊരു വലിയ വ്യത്യാസം കേരളത്തിൽ മുഴുവൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരാഴ്ച മുമ്പ് തീരുമാനിച്ച ഒരു കാര്യം കേരളം മൊത്തം അത് പരസ്യം ചെയ്യാൻ ഒരു 5-6 ദിവസം മതി. മുമ്പ് ഒരു 100 ബോർഡിൽ പെയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 1.5 മാസം എടുത്തു. കാലാവസ്ഥയുടെ ചേഞ്ചസും അതുപോലെ ഈ ഔട്ട് ഓഫ് ഹോം മീഡിയയെക്കുറിച്ചുള്ള പൊതുവേ ഒരു ക്ലയൻസിനൊക്കെ ഒരു പരാതി, ഇതിനകത്ത് പലപ്പോഴും പല മാനിപ്പുലേഷൻസും നടക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ബോർഡാണ്. അപ്പോൾ ഒരിക്കലും ക്ലയൻറ്റ് പോയി 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടോ എന്നൊരിക്കലും ക്ലയൻറ്റ് പോയി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കുന്നില്ല. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ ചിലപ്പോൾ അടിക്കുന്നത് 800 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി, ഒരു അസോസിയേഷൻ്റെ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ക്ലയൻസിന് ഇതറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു മാസത്തെ ക്യാമ്പയിനാണ് അല്ലെങ്കിൽ 2 മാസത്തെ ക്യാമ്പയിനാണ്, ആ പീരീഡ് തീരുന്നതിന് മുമ്പ് തന്നെ അത് അഴിച്ചു മാറ്റുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ പീരീഡിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും മാത്രം ഡിസ്പ്ലേ ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഒരു സംവിധാനം, ഇങ്ങനെയൊക്കെ നടക്കുന്നതായിട്ട് പലപ്പോഴും പല ക്ലയൻസും പറയാറുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച്, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടോ? ആക്ച്വലി എല്ലാ ബിസിനസ്സിലുള്ള മാതിരി എല്ലായിടത്തും നല്ല ആൾക്കാരും ഉണ്ടാവും, അത് തെറ്റായ പ്രവണതകൾ കാണും. എന്നും വെച്ചിട്ട് നമ്മളതിനെ അങ്ങനെ ഇതിനെയൊക്കെ തരണം ചെയ്യാൻ എല്ലാ വ്യവസായത്തിലും അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ നിങ്ങളുടെ സർവീസ് കിട്ടും. പിന്നെ മുമ്പേ പറഞ്ഞ മാതിരി ഒരു വലിയ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് അതിൻ്റെ മോണിറ്ററിംഗ് ആണ്. കാരണം ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലയൻറ്റിന് ഒരു 50 ബോർഡ് ഉണ്ടെങ്കിൽ ഈ 50 ബോർഡും മോണിറ്റർ ചെയ്യാൻ വേണ്ടി സ്റ്റാഫുകൾ കാണത്തില്ല, സംവിധാനം കാണില്ല. ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഡിസ്പ്ലേ ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും അത് തുടക്കത്തിലും അവസാനത്തിലും അതിൻ്റെ ഫോട്ടോ എടുത്ത് തരാൻ ബാധ്യസ്ഥരായിരിക്കാം. അതേസമയം നിങ്ങൾക്ക് അതിനൊരു പാരലൽ സംവിധാനമുണ്ട് ചെറിയൊരു പൈസയ്ക്ക്. കാരണം നിങ്ങൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് മുടക്കുന്ന പൈസയുടെ ഒരു 0.5% പോലും വരത്തില്ല. നിങ്ങൾ ചിലപ്പോൾ ഡിസ്പ്ലേക്ക് മുടക്കുന്നതിൻ്റെ ഒരു ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ആ ഡിസ്പ്ലേയുടെ ഒരു മോണിറ്ററിങ് സംവിധാനം ഒരുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് അതാത് ജില്ലയിലെ ഞങ്ങളുടെ അസോസിയേഷൻ്റെ ആൾക്കാരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ അസോസിയേഷൻ്റെ ആൾക്കാർ ഇങ്ങനെയുള്ള മോണിറ്ററിങ് ഏജൻസിയെ, ഇൻഡിപെൻഡൻറ്റ് മോണിറ്ററിങ് ഏജൻസിയെ പരിചയപ്പെടുത്തരും. ആ ഏജൻസി ആരും അറിയാതെ, അവർ മറ്റേ ഹോർഡിംഗ് കോൺട്രാക്ടർ പോലും അറിയാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ അവിടെ പോയിട്ട് അതിനൊരു ഫോർ എ ചാർജ് ദേ വിൽ മോണിറ്റർ ഇറ്റ് ആൻഡ് ഗിവ് യു വിത്ത് അസോസിയേഷൻ തന്നെ അങ്ങനെ ഒരു സംവിധാനം ചെയ്തു കൊടുക്കും. അസോസിയേഷൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. കാരണം അസോസിയേഷൻ ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ അസോസിയേഷനാണ്. വി കനോട്ട് ഗിവ് എനി സോർട്ട് ഓഫ് സർവീസ് ആൻഡ് ഗെറ്റ് എ പേയ്മെൻറ്റ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലയൻസിൻ്റെ അടുത്ത് മാത്രമേ, ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് ഞങ്ങളുടെ വരുമാനം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പുറത്തുനിന്നൊരു വരുമാനം മേടിക്കാനുള്ള നിയമപരമായ അധികാരമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും, സത്യസന്ധമായിട്ട് ഈ സർവീസ് ചെയ്യുന്ന ആൾക്കാരെ. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത പൈസയ്ക്കുള്ള മൂല്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് വെരിഫൈ. ഇത് ഒരു 100-99% ക്ലയൻസും ഈ ഒരു സാഹചര്യം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു കാര്യം നിങ്ങൾക്ക് അതാത് KEയുടെ ആൾക്കാരെ അതാത് ജില്ലക്ക്, കാരണം ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം നമ്പർ കിട്ടാം, അതാത് ജില്ലാ കമ്മിറ്റികളുടെ നമ്പർ കിട്ടാം. നിങ്ങൾക്ക് അവരുടെ മെയിൽ IDs ഉണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അവർ കൃത്യമായ ആളുകളെ റെഫർ ചെയ്ത് തരും. അതാണ് അതിനുള്ളൊരു സംവിധാനം. അതുപോലെ
ഈ വർഷത്തിനിടയ്ക്ക്, ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് ക്യാമ്പയിൻസ് നേരിട്ടും ചെയ്തിട്ടുണ്ടാവും, മാർക്കറ്റ് ചെയ്ത് കണ്ടിട്ടും ഉണ്ടാവും. രാജേട്ടൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു 2-3 ക്യാമ്പയിൻസിനെ കുറിച്ച് പറയാമോ? ഓക്കെ, അടുത്ത കാലത്ത് ചെയ്ത ഒരു എണ്ണമായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു ചിത്ര പെയിൻറ്റേഴ്സ് ചെയ്തതാണ്. ഒരു 5.5 ലക്ഷം സ്ക്വയർ ഫീറ്റോളം 575ഓളം ഹോർഡിങ്സ് കേരളത്തിൽ ചെയ്തു. അതൊരു APL അപ്പോളോ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പൈപ്പിൻ്റെ പരസ്യമായിരുന്നു. ഒരു ഡൽഹി ബേസ്ഡ് കമ്പനിയായിരുന്നു. ദേ വർ ലുക്കിംഗ് ഫോർ, അവർ കേരളത്തിലുടനീളം ഫ്രാഞ്ചൈസികളെയും ഒക്കെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയും നോക്കിയിട്ടാണ് അത് ചെയ്തത്. പക്ഷേ അവരുടെ ഫ്രാഞ്ചൈസി ടാർഗറ്റ് ഏകദേശം ഒരു 75 ഡേയ്സ് ക്യാമ്പയിനായിരുന്നു. ഒരു 45 ഡേയ്സിനുള്ളിൽ തന്നെ അവരുടെ ഫ്രാഞ്ചൈസീസിനെ ഫുൾ അവർക്ക് കിട്ടുകയും അതേസമയം ഈ ഫ്രാഞ്ചൈസികളൊക്കെ ഡിമാൻഡ് ചെയ്ത മാതിരിയുള്ളൊരു സ്റ്റോക്ക് അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു ചേരുകയുണ്ടായി. അവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം അവർ ഔട്ട്ഡോറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തത്. കാരണം അവർക്ക് മറ്റു മാധ്യമങ്ങളെല്ലാം കൂടെ മുടക്കിയിരുന്നെങ്കിൽ അവർക്ക് വരുമായിരുന്ന തുകയുടെ ഒരു 1/3 പൈസയ്ക്ക് ഔട്ട്ഡോറിൽ കൂടെ അവർ പ്രതീക്ഷയിലും വലിയൊരു ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ അവർ ഏകദേശം ഈ ക്യാമ്പയിൻ്റെ അത്രയും വലിയ സ്കെയിൽ അല്ലെങ്കിൽ ഒരു റിമൈൻഡർ എന്നുള്ള രീതിയിൽ ഏകദേശം എല്ലാ വർഷവും തന്നെ അവരൊരു ക്യാമ്പയിൻ ഇപ്പം ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഔട്ട്ഡോറിൻ്റെ ഒരു വലിയൊരു സക്സസ്ഫുൾ സ്റ്റോറിയാണ്. എപ്പാർട്ട് ഫ്രം ദാറ്റ്, എൻ്റെ അറിവിൽ ഈ മാധ്യമത്തിനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 1-2 ക്ലയൻറ്റുകളെ പറ്റി ഞാൻ എടുത്തിവിടെ പറയാം. ഒരെണ്ണം പണ്ട് നമ്മുടെ മാതൃഭൂമി ക്ലാസിഫൈഡ്സ് ഒരു ക്യാമ്പയിൻ ചെയ്തിരുന്നു. അതൊരു ബൈക്ക് ചാടുന്ന പടം മാത്രമാണ്. അതൊരു ടീസർ ആഡായിരുന്നു. ഒരു ബൈക്ക് ഇങ്ങനെ ചാടും, അതിൻ്റെ ഒരു കട്ടൗട്ട് ഉണ്ടായിരുന്നു. ഒരാൾ ബൈക്ക് ചാടുന്നു, ആ ബൈക്കിൻ്റെ പോക്കുകളിലൂടെ ഒരു ഫോൺ നമ്പർ മാത്രം. അപ്പോൾ ഈ ഫോൺ നമ്പർ കണ്ടിട്ട് ആളുകൾ ഇത് എന്ത് പുതിയ തരം ബൈക്കിൻ്റെ പരസ്യമാണെന്ന് വെച്ചിട്ട് കേരളം മൊത്തം വിളിച്ചു ചോദിച്ചു, ഇതെന്ത് പരസ്യമാണ്, എന്ത് പരസ്യം? അപ്പോൾ അവർ പറഞ്ഞു പറയാം നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് മാത്രമാണ് ആ നമ്പറിൽ നിന്ന് കിട്ടിയ റിസൾട്ട്. അപ്പോൾ അത് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ മാതൃഭൂമി ക്ലാസിഫൈഡ്സ് എന്നുള്ള ഇതും കൂടെ തെളിഞ്ഞു വന്നു. അപ്പോൾ ഇത്ര ആളുകളെ ആകാംക്ഷാഭരിതരാക്കി ഒരു 10-15 ദിവസം നിന്ന് കഴിഞ്ഞിട്ട് കൊടുത്തപ്പോൾ എല്ലാവരുടെയും മനസ്സിലത് പതിയെയും മാതൃഭൂമി ക്ലാസിഫൈഡ്സിന് ഒരു വലിയ ജമ്പ് ഉണ്ടാവുകയും ചെയ്തത്. കാരണം അവർ ഏകദേശം ഒരു പേജിൽ ചെയ്തിരുന്ന മാതൃഭൂമി ക്ലാസിഫൈഡ്സ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 2-3 പേജുകളിലേക്ക് ക്ലാസിഫൈഡ്സ് വരുന്ന തരത്തിലുള്ള വലിയ റിസൾട്ട് ഓറിയൻറ്റഡ് ക്യാമ്പയിൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ജനങ്ങളുടെ മനസ്സിലൊരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടാക്കുന്നിട്ട് ഒരു വലിയൊരു മാതൃകയായിരുന്നു അത്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇതിന് മുമ്പ് വളരെ കുറച്ചധികം ഈ ഫ്ലെക്സിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് പെയിൻറ്റിങ്ങിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ദി ഹിന്ദു പത്രം അവർ കേരളത്തിൽ ഏകദേശം ഒരു 10 കൊല്ലത്തോളം ഞങ്ങൾ സർവീസ് ഉപയോഗിക്കുകയും ആ കാലഘട്ടത്തിൽ അവർ ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റ് കേരളത്തിലുടനീളമുള്ള വാൻറ്റേജ് പോയിൻറ്റ്സിൽ ഹോർഡിങ്സ് വെച്ചിട്ട് പെയിൻറ്റിങ് ഡിസ്പ്ലേ ആയിരുന്നു. എല്ലാ 15 ദിവസവും അത് മാറുമായിരുന്നു. ഇത് അവർ ഏകദേശം ഒരു 10 കൊല്ലം അത് തുടർന്നു എന്നുള്ളതാണ്. ഈ 10 കൊല്ലവും നമ്മൾക്കറിയാം അവരുടെ റവന്യൂ ടാർഗറ്റും അവരുടെ ആ ഒരു സർക്കുലേഷൻ ടാർഗറ്റും എപ്പോഴും അവർക്ക് ഓവർ അച്ചീവ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇതൊക്കെ ഔട്ട്ഡോറിൻ്റെ വേറൊരു മാധ്യമം നമ്മളുടെ മാധ്യമത്തിനെ സമീപിച്ച് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കുന്നത് തികച്ചും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതൊക്കെയാണ് ഔട്ട്ഡോറിൻ്റെ സ്ട്രെങ്ത് വെളിവാക്കിയിട്ടുള്ള 1-2 സാഹചര്യം. അതുപോലെ ഒരു ഔട്ട് ഓഫ് ഹോം മീഡിയം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലൊക്കേഷൻ ഇതിനകത്തൊരു ഫാക്ടറാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഡിസൈൻസ് അല്ലെങ്കിൽ ഏത് സമയത്ത് ഇത് ചെയ്യണം, എന്തൊക്കെയാണ് ശരിക്കും ഒരു ക്ലയൻറ്റ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഔട്ട് ഓഫ് ഹോം മീഡിയ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ? അല്ലേ, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും ക്ലയൻസാണ് തീരുമാനിക്കുക. കാരണം മഴക്കാലത്തിന് മുമ്പാണ് കുടയുടെ പരസ്യം ചെയ്യേണ്ടത്. അതൊക്കെ ക്ലയൻസ് ആയിരിക്കും അതിനകത്ത് കൂടുതൽ വെൽ ഇൻഫോംഡ്. പക്ഷേ അതേസമയം ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കുന്നത് അവർക്ക് ഇപ്പോൾ നമ്മളുടെ മാതിരിയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അവരുടെ പൊട്ടൻഷ്യൽ ടാർഗറ്റ്സ് അവർക്ക് പറയാം. അവർ സ്കൂൾ കുട്ടികളാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോളേജ് കുട്ടികളാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഇൻകം ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിനെയാണ് അവരുടെ, അല്ലെങ്കിൽ അങ്ങനെ എംപ്ലോയീസ് മാസശമ്പളം കിട്ടുന്ന ആളുകൾ ഒരു മിഡ് ഇൻകം ഗ്രൂപ്പിനായിട്ടാണ്. ഇതൊക്കെ അവർ മുൻകൂട്ടി സൂചന തരികയാണെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനെ പറ്റി ഏകദേശം ഐഡിയ തരാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ ലോജിക്സ് കൊടുക്കുകയും എന്തുകൊണ്ട് നിങ്ങളത് എടുക്കണം എന്നുള്ളത് അവരെ ബോധിപ്പിക്കാനും കഴിയും. എന്നൊരു സ്റ്റഡി ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങളുടെ ഔട്ട്ഡോർ പരസ്യ മേഖലയിലുള്ള പല പ്രമുഖരുടെയും കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം.
നിങ്ങൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾ പറയുന്ന മുഴുവൻ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കി അത് പരിശോധിച്ച് നിങ്ങൾക്ക് അതിനകത്ത് തീരുമാനം എടുക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ റിസൾട്ട് കൂടുതലായിരിക്കും അങ്ങനെ ഒരു ഡിസ്കഷൻ. കാരണം ബ്ലൈൻഡായിട്ട് വന്നിട്ട് നിങ്ങൾ ഇന്ന ചെയ്തു എന്ന് പറയുന്നതിലുപരി ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് റിസൾട്ടിനകത്ത് ചിലപ്പോൾ ഒരു 50% മുകളിൽ എഫക്റ്റ് വരാനുള്ളൊരു സാധ്യത ഇവിടെയുണ്ട്. ഈ പലപ്പോഴും ഔട്ട്ഡോറിനെ ഒരു ഓൾഡ് സ്കൂളായിട്ട് അല്ലെങ്കിൽ ഒരു രണ്ടാം തരം മീഡിയ ആയിട്ട് കാണുന്ന പല ക്ലയൻസും ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഓൺലൈനൊക്കെ ഡിജിറ്റൽ മീഡിയ ഇത്രയും വലിയ രീതിയിൽ വളർന്ന സാഹചര്യത്തിൽ അവരോട് എന്താ പറയാറുള്ളത്? അവരോട് പറയാനുള്ളത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് ഏതാണ്? കൊക്കക്കോളയാണ്, ശരിയല്ലേ? അവരെന്ത് ടെക്നോളജിയാണ് അവരുടെ പ്രോഡക്ട്സിൽ യൂസ് ചെയ്യുക? 138 കൊല്ലം മുമ്പ് അവരുണ്ടാക്കിയതിനകത്ത് ചെറിയ ചേഞ്ചസ് ഒക്കെ വരത്തുള്ളൂ. പക്ഷേ അതിലും വലിയ എന്തോരം ബ്രാൻഡുകൾ അത് കഴിഞ്ഞിട്ട് വന്നു, എത്ര ടെക്നിക്കലി ഹൈ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. എന്നിട്ട് പോലും അവരുടെ ബ്രാൻഡ് വാല്യൂ എപ്പോഴും ആ മൂല്യത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഈ 138 വർഷവും അവർ ഔട്ട്ഡോറിൽ ഹെവി ആയിട്ട് സ്പെൻഡ് ചെയ്യാണ്. കാരണം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടു പോകാണ്ടിരിക്കുന്നതാണ് ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ. നിങ്ങൾ എത്ര നല്ല പ്രോഡക്റ്റ് ആയിക്കോട്ടെ, പക്ഷേ യു ക്യാൻ ഫെയ്ഡ് ഔട്ട് ഇഫ് യു ആർ ഫോർ അവർ നോട്ട് റിമൈൻഡഡ് ഇൻ പീപ്പിൾസ് മൈൻഡ്. പിന്നെ ഇപ്പം നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള ഒത്തിരി മാധ്യമങ്ങളും ഇപ്പം നമുക്ക് ഇൻഫർമേഷൻ എക്സ്പ്ലോഷനാണ്. കാരണം നമ്മൾ മൊബൈലിൽ നോക്കുന്നു, ടി വിയിൽ നോക്കുന്നു, ഒത്തിരി കാര്യങ്ങളും ഒത്തിരി പരസ്യങ്ങളും വന്നുകൊണ്ടിരിക്കുക. പക്ഷേ നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പോയിൻ്റ് ഓഫ് പർച്ചേസിലിടുമ്പോൾ നിങ്ങളെ റിമൈൻഡഡ് ആക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മൊബൈൽ നോക്കി വണ്ടി ഓടിച്ചാൽ നിങ്ങൾ ആശുപത്രിയിലാവും. ഏത് ആശുപത്രി പോകണമെന്ന് ഞങ്ങളുടെ ബോർഡ് നോക്കിയാലേ പിന്നെ മനസ്സിലാവുള്ളൂ. കാരണം അടുത്തുള്ള ആശുപത്രി ഞങ്ങളുടെ ബോർഡ് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇറീപ്ലേസബിളാണ്. ഞങ്ങളുടെ ബ്രാൻഡ് വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കൊക്കക്കോള എന്ന് പറയുന്ന ഒരു സ്ഥാപനം ബ്രാൻഡിങ്ങിൽ കൂടെ മാത്രമാണ് ഈ നമ്പർ 1 ബ്രാൻഡായിട്ട് നിൽക്കുന്നത്. അതിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളാണ്. അതിൽ നിന്ന് മാത്രം ഞങ്ങളുടെ പ്രസക്തി മാത്രമല്ല, ഇപ്പം ഈവൻ ഗൂഗിളും ആപ്പിളും ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഗൂഗിളും ആപ്പിളും ഒക്കെ ഉണ്ടെങ്കിൽ പോരാ, അവരൊക്കെ ടെക് ജെയിൻസ് ആണ്. ടെക് ജെയിൻസ് പോലും എന്തുകൊണ്ട് ഔട്ട്ഡോറിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇറീപ്ലേസബിൾ ആയതുകൊണ്ടാണ്. അവർക്ക് എന്തെങ്കിലും തരത്തില്ല ലോകത്തിനെ മുഴുവൻ മാപ്പ് ചെയ്ത ഗൂഗിളിന് വരെ വൈ ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ഔട്ട്ഡോർ? ബിക്കോസ് ദേ ആർ എ ബിഗ് ബ്രാൻഡ്. അതിനൊരു ഞങ്ങളുടെ ഏറ്റവും വലിയ ടെസ്റ്റ് കേസാണല്ലോ കൊക്കക്കോള, അതുകൊണ്ട് മെൻഷൻ ചെയ്തതാണ്. പിന്നെ പൊതുവെ ആരും വെളിയിൽ അറിയത്തില്ലാത്ത ഔട്ട്ഡോറിൻ്റെ കുറേ ചലഞ്ചസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ചലഞ്ച് പറയാമോ? ഇതിനകത്ത് ഒന്നാമത് എങ്ങനെ നമ്മുടെ ബോർഡ് പ്ലേസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലൊക്കേഷനിൽ അത് വെക്കുമ്പോൾ അത് ശരിക്കും അതിൻ്റെ ആ ലൊക്കേഷനിലെ ഏറ്റവും പൊതുജനങ്ങൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ ഏറ്റവും നല്ല സ്ട്രക്ചറും ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റിലും ആ ബോർഡുകൾ പ്ലേസ് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഓരോ കാലഘട്ടം മാറിയതനുസരിച്ച് പ്രകൃതിക്ക് പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഏത് കെട്ടിടവും നമുക്ക് എവിടെയും വെക്കാം. ഞങ്ങളുടെ പരസ്യ ബോർഡുകളിൽ ഒരു കെട്ടിടം വെക്കുന്ന മാതിരി തന്നെയാണ്. ആ കെട്ടിടം വെക്കുമ്പോൾ നമുക്കതൊരു സ്ട്രക്ചറൽ എൻജിനീയറുടെ ഒരു സ്ട്രെങ്ത്ത് സ്പെസിഫൈ ചെയ്യുന്ന പ്രകാരം അത് ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോയെന്ന് അത് LSCDകൾ പരിശോധിക്കുകയും വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാമെന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മൾ ഒരു വാഹനം ഇറക്കാൻ, ആർക്കും ഇവിടെ വാഹനം ഇറക്കാൻ അവകാശമില്ലല്ലോ. അത് ഗവൺമെൻറ് ലൈസൻസ് കൊടുക്കണം. ഗവൺമെൻറ് അത് നോക്കിയിട്ട് അതിന് ബ്രേക്ക് ഉണ്ടോ, അതിന് ബെല്ലുണ്ടോ, അതിന് സ്റ്റിയറിങ് തിരിയോ, അതിന് മറ്റ് ഡിഫക്ട്സ് ഉണ്ടോ, ഇതെല്ലാം ഗവൺമെൻറ് നോക്കിയിട്ടാണല്ലോ ഒരു കാർ ഉണ്ടാക്കാൻ ലൈസൻസ് എന്ന് പറയുന്ന മാതിരി അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനം അത് കൃത്യമായി നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഔട്ട്ഡോർ മാധ്യമം എന്നതിൽ ഒരു കെട്ടിടം മാതിരി തന്നെ അതിനെ സ്ട്രെങ്തായിട്ട് പണിതിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പല ഈ മേഖല ഫേസ് ചെയ്യുന്ന പല ചലഞ്ചസ് ഓവർകം ചെയ്യാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ടോ? റെഗുലേറ്ററി ബോഡി ഓൾറെഡി ഉണ്ട്. പക്ഷേ അത് എത്ര എഫക്റ്റീവായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഒരു വളരെ സ്ഥിരമായ ഒരു കംപ്ലൈൻറ്റ് ഓൾറെഡി നമുക്ക് 2021 ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒരു പ്രത്യേക ടാരിഫ്, ഒരു ഫിക്സഡ് ടാരിഫ്, സെയിം ടാരിഫിലാണ് രണ്ടിടത്തും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു അപാകതയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു കോർപ്പറേഷനിലെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ അല്ല ഒരു മുനിസിപ്പാലിറ്റിയിലെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ അല്ല പഞ്ചായത്തിൽ. ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു സിനാറിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും
2021 ഒരു ഓർഡർ ഇറങ്ങി. അത് പ്രകാരം ഞങ്ങളുടെ ആളുകളെല്ലാം ബോർഡുകൾക്ക് പെർമിറ്റ് എടുത്തിട്ട് തന്നെയാണ് ബോർഡ് വെക്കുന്നത്. പക്ഷേ ഈ ബോർഡ് വെക്കുന്നതിനകത്ത് എല്ലാ കൊച്ചിയും തിരുവനന്തപുരവും തൃശ്ശൂരും ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഒരു ജില്ലകളിലും തന്നെ കൃത്യമായിട്ട് ഈ സംവിധാനത്തിനകത്ത് നിന്ന് അവർ പെർമിറ്റ് ഫീസ്, ലൈസൻസ് ഫീസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പരാതി. ഞങ്ങൾ ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ചിട്ട് ഒന്നാമത് ത്രിതലത്തിലായിട്ട്, കാരണം കോർപ്പറേഷനിൽ ഉള്ള ടാരിഫിലും കുറച്ച് കുറവായിരിക്കണം മുനിസിപ്പാലിറ്റിയിൽ, അതിലും കുറവായിരിക്കണം പഞ്ചായത്തിൽ ഇതുവരെ അതിനകത്തൊരു ഓർഡർ പോലും അവർ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പരാതി. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളൊരു മെമ്മോറാണ്ടം ഈ അടുത്തിടയ്ക്ക് നമ്മുടെ LSCD മിനിസ്റ്റർക്ക് കൊടുക്കുകയുണ്ടായി, മുഖ്യമന്ത്രിക്കും അത് കൊടുക്കുകയുണ്ടായി. പക്ഷെ അതിനെപ്പറ്റി ഇതുവരെ ഒന്നും നടപടികളായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സങ്കടം. ഇപ്പോഴും ഔട്ട്ഡോർ മീഡിയ ഭയങ്കര എക്സ്പെൻസീവാണെന്ന് വിചാരിക്കുന്ന വളരെ വലിയൊരു ശതമാനം ക്ലയൻസ് ഉണ്ട്. ശരിക്കും എക്സ്പെൻസീവ് ആണോ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അത് ആ ലൊക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാതിരി ഇരിക്കും. നിങ്ങൾ എങ്ങനെ അതിനെ പ്ലേസ് ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും. എക്സ്പെൻസീവാണ്. ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള സ്പെൻഡ് കപ്പാസിറ്റി ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ എക്സ്പെൻസീവായിട്ടുള്ള സാധനം എടുക്കുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ വാഹന ശ്രേണിയിൽ പറയുന്ന മാതിരി തന്നെ വളരെ മിഡ് ഇൻകം ബഡ്ജറ്റിനുള്ള കാറുകളും ഉണ്ട്, വളരെ ഹൈ ഇൻകം ഗ്രൂപ്പിനുള്ള കാറുകളും ഉണ്ട്, എല്ലാ തരം ആൾക്കാർക്കും കേട്ടർ ചെയ്യാവുന്ന വാഹനങ്ങളും ഉണ്ട് മാർക്കറ്റിൽ. എന്ന് പറഞ്ഞ മാതിരി പരസ്യ ബോർഡുകളിലും ആ ഒരു ശ്രേണിയുണ്ട്. പക്ഷേ വളരെ റേറ്റ് കൂടിയ ബോർഡുകൾ വളരെ കുറവേ ഉള്ളൂ. അല്ല, ആദ്യമായിട്ട് ഒരു ഔട്ട്ഡോർ പരസ്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്ലയൻസിന് എന്താ അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ്? അവർ നോക്കാം, നിങ്ങൾ വാട്ട് ഈസ് മുമ്പേ പറഞ്ഞ മാതിരി തന്നെ അവരവരുടെ എന്താണ് അവർ പൊട്ടൻഷ്യൽ ക്ലയൻസ് ഏതാണ്, എങ്ങനെയാണ് നിങ്ങൾ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 2 കോടി ടേൺ ഓവർ ഉള്ള ഒരു ക്ലയൻറ്റ്, ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ അടുത്തൊരു പരസ്യം ചെയ്തിട്ട് നിങ്ങൾ എത്ര സ്കെയിലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അവരൊരു 3 കോടി 1 കോടിയും കൂടെ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടൊരു 25 ലക്ഷം 50 ലക്ഷം മുടക്കാൻ നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം അവർക്ക് അത്രയും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾക്ക് 1 കോടി രൂപ സ്കെയിലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് അനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾ ചെയ്തേച്ചാൽ മതി. കാരണം മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു 1 കോടി രൂപയുടെ സ്കെയിലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പ്രൊഡക്ഷനും 1 കോടി രൂപയുടെ കാണത്തുള്ളൂ, അയാളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ആ ഒരാൾ കൊണ്ടുവന്നിട്ട് സ്കെയിലപ്പ് ആയിട്ട് നിങ്ങളുടെ ക്ലയൻറ്റ് ഡിമാൻഡ് കൂടിയിട്ട് നിങ്ങൾക്കൊരു 3-4-5 കോടി രൂപയുടെ സെയിൽസ് ഡിമാൻഡ് ചെയ്യുകയാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റിൽ നിങ്ങൾ ആ ചെയ്ത പരസ്യം വേസ്റ്റായിപ്പോകും. അപ്പോൾ അതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ എത്ര രൂപയ്ക്ക് പരസ്യം ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഏത് ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടും ഔട്ട്ഡോർ പരസ്യം ചെയ്യാം. ഒന്ന്, അത് പ്രോപ്പറായിട്ട് സത്യസന്ധമായിട്ട് അതിനെ സമീപിക്കുന്ന ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് റിസൾട്ട് കിട്ടും. ഈ പുതിയ തലമുറയ്ക്ക് എത്രമാത്രം കരിയർ സ്കോപ്പ് ഈ ഇൻഡസ്ട്രിയിലുണ്ട്? കരിയർ സ്കോപ്പ് ഈ പറഞ്ഞ മാതിരി അൺലിമിറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ, ഇതിനകത്ത് പ്രവൃത്തി പരിചയം കൊണ്ട് മാത്രം മനസ്സിലാക്കിയെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം മുമ്പേ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ ഒരു ബോർഡിലിരിക്കുന്ന 10 ബോർഡിനും 10 റേറ്റ് ആയിരിക്കും. സാധാരണ ഒരു ലേമാൻ വന്ന് നോക്കുകയാണെങ്കിൽ MG റോഡിലല്ലേ, MG റോഡിൽ ഇത്ര രൂപ റേറ്റ് വരുമെന്ന് പറയും. അങ്ങനെയല്ല, MG റോഡിൽ ചിലപ്പോൾ 10 ബോർഡിന് 10 റേറ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ പ്രവൃത്തി പരിചയം കൊണ്ട് മാത്രമേ വരത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഒരു കോളേജിൽ പോയിട്ടോ ഒരു MBA പഠിച്ചിട്ടോ ഒന്നും നിങ്ങളുടെ തലയിലോട്ട് കയറില്ല. അത് ചെയ്ത് തന്നെ പരിചയം വരണം. പിന്നെ ഇത് ഞങ്ങളുടെ ബിസിനസ്സിനകത്ത് ഒരു സീസണൽ റേറ്റ്സും ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസൺ, ഓണം ഒരു വലിയൊരു ഫെസ്റ്റിവൽ സീസണാണ്. ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ജൂലൈ തൊട്ട് തന്നെ മാർക്കറ്റിൻ്റെ റേറ്റ് കൂടും. നമ്മൾ റൂം ബുക്കിങ്സ് മാതിരി തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിങ്ങളത് അതിൽ വന്ന പ്രവൃത്തി പരിചയം കൊണ്ട് മാത്രം മനസ്സിലാക്കും. അത് ബുക്സിനകത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റിപ്പോർട്ടിനകത്തൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അത് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അൺലിമിറ്റഡ് സ്കോപ്പാണ്. കാരണം ഇതിനകത്ത് അങ്ങനെയുള്ള പ്രൊഫഷണൽസ് വളരെ കുറവാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, പല ഫീൽഡിലും അവർ വളരെ അണ്ടർ പെയ്ഡാണ്. അതേസമയം ഞങ്ങളുടെ ഫീൽഡിൽ ഞങ്ങളുടെ ഈ സെയിൽസ് പീപ്പിൾ ആർ ഹൈലി പെയ്ഡ്. And if they are smart enough, they can make a very good income from this industry. പുതിയ ജനറേഷനെ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ശ്രമം നടത്തുന്നുണ്ടോ? അവർക്കൊരു പുതിയൊരു കരിയർ പാത്വേ കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത്രയും ഒരു കരിയറിലെ ഗ്രോത്ത് കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ശ്രമം? ഞങ്ങൾ അങ്ങനെ ഒരു ഇത് ആലോചിക്കുന്നുണ്ട്. പല ബിസിനസ് സ്കൂൾസിനെ സമീപിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ
ഇവിടെ ഓഫീസുകളിൽ ഒരു അപ്രൻറ്റീസ്ഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റിനോ അവരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ശ്രമങ്ങൾ തുടരുകയാണ്. കാരണം അവർക്ക് ഞങ്ങൾ ഇൻഡസ്ട്രിയുടെ ഒരു നിറ്റിഗ്രിറ്റീസ് മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു കാര്യത്തിലേക്ക് അവർ വളരെ സജീവമായിട്ട് വന്നിട്ടില്ല. എന്നാലും ഞങ്ങൾ വി ആർ ഹോപ്പിംഗ് ദാറ്റ് പല സ്കൂളുകളത് മനസ്സിലാക്കി കുട്ടികൾക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടുന്ന തരത്തില്ല. കാരണം കുറച്ച് കാലം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ ഒരു 5 പേരും ഇൻഡസ്ട്രിയിൽ അതിനകത്ത് കയറി പോകുന്ന ഒരു സാഹചര്യം ഈ ഇൻഡസ്ട്രിയിലുണ്ട്. കാരണം നമുക്കറിയാം MBA കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരു നല്ലൊരു ഇൻകത്തിനാണ് നമ്മൾ നോക്കുന്നത്. മറ്റേത് ബിസിനസ്സിലോട്ട് പോകുന്നതിലും നല്ല ഒരു ഇതാണ് ഞങ്ങളുടെ ബിസിനസ്സിലൊന്ന് അപ്രൻറ്റീസ്ഷിപ്പ് എടുക്കുവാണെങ്കിൽ അവരുടെ കരിയർ ഗ്രോത്തും അവർക്കൊരു സ്റ്റഡി ഇൻകവും അഷ്വർഡാണ്. അഡ്വർടൈസിങ്, ഔട്ട്ഡോർ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഇൻഡസ്ട്രിയാണ് പ്രിൻറ്റിങ് ഇൻഡസ്ട്രി. ഇപ്പം അതുപോലെ ഇപ്പം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ ഇങ്ങനെ പത്രത്തിൽ നമ്മൾ പലതും കേൾക്കാറുണ്ട്, കോടതിയുടെ ഇടപെടൽ വരാറുണ്ട്. അപ്പം ശരിക്കും ക്ലയൻറ്റിന് ഇതൊക്കെ കാണുമ്പം ഭയങ്കര കൺഫ്യൂഷനാണ്. എന്താണ് അതിനെക്കുറിച്ച് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് രാജേഷേട്ടന്? മുൻപ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് പോളി വിനൈൽ ക്ലോറൈഡ് ആയിരുന്നു. അത് ആയിരുന്നു കഴിഞ്ഞ 25 വർഷമായിട്ട് യൂസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ഒരു 5 കൊല്ലം മുമ്പ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസിന് പ്രകാരം കേരളം അത് അഡാപ്റ്റ് ചെയ്യുകയും അതിന് PVC ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നിരോധിക്കുകയും ചെയ്തു. അവരതിനുശേഷം പറഞ്ഞത് നിങ്ങൾക്ക് കോട്ടൺ യൂസ് ചെയ്തിട്ട് 100% കോട്ടൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ മെറ്റീരിയൽസ് യൂസ് ചെയ്യാമെന്ന് പറയും. അതിൻ്റെ ഒപ്പം തന്നെ പോളിയെത്തിലീൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ മെറ്റീരിയൽ യൂസ് ചെയ്യാമെന്നും പറഞ്ഞു. അതിന് ബേസിൽ ഇപ്പോൾ ഞങ്ങളുടെ കേരളത്തിലുള്ള മെമ്പേഴ്സ് എല്ലാം തന്നെ ഈ 2 മെറ്റീരിയൽസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് ജനകീയമായില്ലെങ്കിൽ തുടക്കകാലത്ത് ഞങ്ങൾ വലിയ റേറ്റിൽ ഞങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്തിരുന്നു. കാരണം വെച്ചാൽ പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ മെറ്റീരിയൽസ് കിട്ടിയിരുന്ന റേറ്റിൻ്റെ ഇരട്ടിയോളം ഞങ്ങൾക്ക് പോളിയെത്തിലീൻ യൂസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ജനകീയമായി തുടങ്ങിയോട് റേറ്റ്സ് താന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ ഞങ്ങൾക്ക് ബിസിനസ്സിനകത്ത് കുറച്ച് ബഡ്ജറ്റ് ഇഷ്യൂസൊക്കെ വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇൻ ഫ്യൂച്ചർ വി ഫോർസ് ടു ഓവർകം ഇറ്റ്. കാരണം വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ജനകീയമായി കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, ക്ലയൻസും എല്ലാം അവയറായി കഴിഞ്ഞാൽ ഇപ്പോഴും ഞങ്ങളുടെ അടുത്ത് പല ക്ലയൻസും കൊണ്ടുവന്നിട്ട് പഴയ പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ പ്രിൻ്റ് ഞങ്ങൾ തരാമെന്ന് പറയും. പക്ഷേ ഞങ്ങളുടെ മെമ്പേഴ്സ് ആരും തന്നെ അത് യൂസ് ചെയ്യാറില്ല. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലരും ഇപ്പോഴും അത് പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ അസോസിയേഷൻ അംഗങ്ങൾ ആരും തന്നെ ഇത് യൂസ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ അത് ക്ലയൻറ്റ്സ് നേരിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്ന ചില മെറ്റീരിയൽസൊക്കെ ആയിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ഒരു മെമ്പറിൻ്റെ ബോർഡിൽ അങ്ങനെ ഒരു ബോർഡ് കയറുന്നതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല, ഞങ്ങളത് സമ്മതിക്കുകയുമില്ല. ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട ഏത് ടൗൺ നമ്മൾ നോക്കിയാലും അവിടുത്തെ ഒരു അർബൻ ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഈ ഔട്ട് ഓഫ് മീഡിയയ്ക്കുണ്ട്. അത് സ്ട്രീറ്റ് ഫർണിച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യത്തിലാണെങ്കിലും മതി. കേരളത്തിൻ്റെ മുന്നിൽ വെക്കാൻ അങ്ങനെ എന്തെങ്കിലും പദ്ധതി നമുക്കുണ്ടോ? അപ്പം നമ്മൾ പ്രതീക്ഷ ബസ് ഷെൽട്ടേഴ്സായിട്ട് നമ്മളുടെ കുറച്ച് അംഗങ്ങൾ അതൊരു സെമി ഗവൺമെൻറ് ഓർഗനൈസേഷനായിരുന്നു. അവരുമായിട്ട് ചേർന്നിട്ട് അവരുടെ ഒരു അനുമതിയോടുകൂടിയിട്ട് കേരളത്തിലുടനീളം ബസ് ഷെൽട്ടേഴ്സ് ഇട്ട ചരിത്രമുണ്ട്. ഇത് കൂടാണ്ടല്ലാതെ തന്നെ പല LSGDകളും ഇപ്പോൾ ബസ് ഷെൽട്ടേഴ്സ് വെക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് വെക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ പല ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു യൂണിഫോമിറ്റി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വെച്ചാൽ കാരണം എന്ത് കാര്യവും നമുക്കറിയാം, ഒരു യൂണിഫോമായ ഒരു സംവിധാനം വന്നാൽ മാത്രമേ അതിനകത്തൊരു ഒരു കറക്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. കാരണം അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അതുകൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഉപകാരങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളിലെല്ലാം ഫൈനലൈസ് ചെയ്ത് എന്നിട്ടൊരു യൂണിഫോം സ്ട്രക്ചർ എല്ലായിടത്തും കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. രാജേഷേട്ടാ, ഒരുപാട് സന്തോഷം. നമ്മൾ കുറേ സമയം ഈ ഇൻഡസ്ട്രിയെക്കുറിച്ചും വരുന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഒത്തിരി കാര്യങ്ങൾ രാജേഷേട്ടൻ ഷെയർ ചെയ്തു. അത് നമ്മുടെ സൊസൈറ്റിക്ക് ഗുണകരമാവട്ടെ, നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഗുണകരമാവട്ടെ. എല്ലാ നന്ദിയും നേരുന്നു. താങ്ക് യു സോ മച്ച് മിസ്ബാ.